നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഉണ്ടാകട്ടെ. 2026 എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകട്ടെ, പോസിറ്റീവായ മാറ്റങ്ങളുണ്ടാകട്ടെ, ഗംഭീരമാകട്ടെ 2026. ഇനി ഈ വീഡിയോ സഞ്ജു സാംസനെ കുറിച്ചാണ്. സഞ്ജു സാംസൺ യഥാർത്ഥത്തിൽ മലയാളികളുടെ മാത്രമല്ല, ഇന്ത്യയിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. സഞ്ജുവിൻ്റെ ോടുള്ള ആരാധന, സഞ്ജുവിൻ്റെ കളിയോടുള്ള വല്ലാത്തൊരു ഇഷ്ടം, അത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമുക്കത് കാണാൻ കഴിയുന്ന ഒന്നാണ്. സഞ്ജുവിനോട് ആളുകൾ പ്രതികരിക്കുന്ന ഒരു രീതിയും അതാണ്. അപ്പോൾ സഞ്ജു ടീമിലില്ലാതെ ആകുമ്പോൾ അതിൻ്റെ ഒരു നിരാശ എല്ലാവരും പ്രകടമാക്കാറുമുണ്ട്. എന്തുകൊണ്ട് സഞ്ജു എപ്പോഴും തഴയപ്പെടുന്നു? സഞ്ജു മാത്രം ഈ വെട്ടലുകൾക്ക് വിധേയനാകുന്നു, വെട്ടിനിരത്തലിന് വിധേയനാകുന്നു എന്നൊരു സംശയം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് മലയാളി മലയാളികൾ ഒന്നടങ്കം സഞ്ജുവിനെ ഒരു നീതിയുമില്ലാതെ ഒഴിവാക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജു ഇങ്ങനെ നിരന്തരം ഒഴിവാക്കപ്പെടുന്നത്? ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 56. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 99 ഏകദിനത്തിൽ. 2020 147 സ്ട്രൈക്ക് റേറ്റ്. 147 സാമാന്യം നല്ല സ്ട്രൈക്ക് റേറ്റാണ്. ഇത്രമാത്രം ഗംഭീരമായി ആക്രമിച്ച് കളിക്കുന്ന ഒരു കളിക്കാരൻ. എന്നാൽ അതേസമയം അദ്ദേഹം ഏകദിനത്തിൽ പലപ്പോഴും അത് തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ശാന്തനായി കളിക്കേണ്ട സമയത്ത് അങ്ങനെ കളിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് പലപ്പോഴും അദ്ദേഹം നമുക്ക് വിസിബിളായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ 2020 3 സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. അതായത് അന്താരാഷ്ട്ര 2020 ഇന്ത്യക്ക് വേണ്ടി 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 1 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴൊക്കെ നല്ല നിലയിൽ അവസരം കിട്ടിയോ, 3-മോ 4-മോ ഒക്കെ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയോ, അപ്പോഴൊക്കെ അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം അസാധാരണ പ്രതിഭയുള്ള കളിക്കാരനാണ് എന്ന് സുനിൽ ഗവാസ്കർ അടക്കം ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പരിഗണന അല്ല സഞ്ജുവിന് ലഭിക്കേണ്ടത്. ഇതിലും കൂടുതൽ പരിഗണന അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഈ നിലയിൽ ഒരു സ്ഥിരതയും ഇല്ലാതെ അദ്ദേഹത്തെ മാറ്റിയും ഒഴിവാക്കിയും ഇടയ്ക്ക് വല്ലപ്പോഴും തിരിച്ചു വിളിച്ചും അദ്ദേഹത്തിൻ്റെ ബാലൻസ് തന്നെ തെറ്റിക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുന്നത് തന്നെ ശരിയല്ല എന്ന് തന്നെ ഗവാസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റിനെ അറിയുന്ന, ക്രിക്കറ്റ് മനസ്സിലാകുന്ന ഒരുവിധം ആളുകൾക്കെല്ലാം ബോധ്യമുള്ള കാര്യവുമായിരിക്കും. എന്തുകൊണ്ടാണ് സഞ്ജു മാത്രം എപ്പോഴും ഈ കത്തിക്ക് ഇരയാകുന്നത്, ഈ വെട്ടലിന് ഇരയാകുന്നത് എന്ന സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്നില്ല. അതൊരു മലയാളി ആയതുകൊണ്ടാണോ, കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കളിക്കാരനായതുകൊണ്ടാണോ, ഒരു ദക്ഷിണേന്ത്യൻ കളിക്കാരനോടുള്ള ഒരു വേർതിരിവാണോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ സംശയത്തിന് സ്വാഭാവികമായിട്ടും ന്യായവുമുണ്ട്. കാരണം സഞ്ജു ടീമിലുണ്ടാവുക എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തെ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഏകദിന പരിമിത ഓവർ ക്രിക്കറ്റിൽ, ഏകദിനത്തിലായാലും 2020 തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പരിമിത ഓവർ ക്രിക്കറ്റ് കളിക്കാരനാണ് സഞ്ജു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഋഷഭ് പന്തിന് പരിക്കേറ്റാൽ, ഋഷഭ് പന്ത് ഇല്ലാത്ത ഋഷഭ് പന്താണ് ഇപ്പോൾ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാലും ഋഷഭ് പന്ത് ഇല്ലാത്ത സാഹചര്യത്തിലും സഞ്ജുവിനെ പരിഗണിക്കാറില്ല. അപ്പോഴും ധ്രുവ് ജുറേലിനെ പോലെ, യഥാർത്ഥത്തിൽ ധ്രുവ് ജുറേൽ നല്ല പ്ലെയറാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പരിമിത ഓവർ ക്രിക്കറ്റിന് അത്രയൊന്നും യോജിച്ച ഒരു കളിക്കാരനല്ല ധ്രുവ് ജുറേൽ. അത് നമ്മൾ IPL വളരെ വ്യക്തമായി കാണുന്നതാണ്. അതേപോലെ ജിതേൻ ശർമ്മ, ഇവരൊക്കെയാണ് സഞ്ജുവിന് മുന്നിലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. സഞ്ജു ടോപ്പ് ഓർഡറിൽ കളിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തനായ ഗംഭീര ഒരു ക്ലാസ് പ്ലെയറാണ് സഞ്ജു സാംസൺ. ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാവുന്ന ഒരു കളിക്കാരനാണ്. എന്നാൽ ധ്രുവ് ജുറേലിന് അങ്ങനെ ഒരു നിലവാരത്തിലുള്ള, ആ ക്വാളിറ്റിയുള്ള ഒരു കളിക്കാരനാണ് സഞ്ജുവിൻ്റെ നിലയിൽ ആക്രമിച്ച് കളിക്കാവുന്ന ഒരു കളിക്കാരനായിട്ട് തോന്നുന്നില്ല. ധ്രുവ് ജുറേലിനെ 4-5 ഒക്കെ ആയിട്ടാണ് പലപ്പോഴും പരിഗണിക്കാറ്. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം വലിയ സ്ട്രൈക്ക് റേറ്റിൽ റൺ നേടുന്ന ഒരു താരമല്ല. എന്നിട്ടും ധ്രുവ് ജുറേലിന് സഞ്ജു സാംസണിനേക്കാൾ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇപ്പോൾ KL രാഹുൽ ഒന്നുമില്ലാത്ത സമയത്ത്, പണ്ട് പരിമിത ഓവർ ക്രിക്കറ്റിൽ ഒരു കളിക്കാരനെ കൂടുതലായി ഉൾപ്പെടുത്താൻ വേണ്ടി രാഹുലിനെ വിക്കറ്റ് കീപ്പർ ആക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇല്ല. ഋഷഭ് പന്ത് ഇല്ല, രാഹുൽ ഇല്ല, മറ്റാരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ കളിക്കാരന്, സഞ്ജുവിനെ പോലെ ഒരു കളിക്കാരന് അവസരം കുറഞ്ഞു പോകുന്നത്, അവസരമേ കിട്ടാതെ പോകുന്നത്? ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചാൽ അടുത്ത കളിയിൽ സഞ്ജു ഉണ്ടാകുന്നു യാതൊരു ഉറപ്പുമില്ല. ആ നിലയിലാണ് കാര്യങ്ങൾ. അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല.
അത് ഒരു കളിക്കാരൻ്റെ സ്ഥിരത നിലനിർത്താനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയുള്ളൂ. പ്രത്യേകിച്ചും 2014-15 കാലത്ത് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ദശകം അങ്ങ് മാറിപ്പോയി. അദ്ദേഹത്തിന് 31 വയസ്സായി. 20-21 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ അദ്ദേഹത്തിന് ഇപ്പം 31 വയസ്സായി. ഇനി എത്ര കാലം സഞ്ജുവിന് അവസരങ്ങൾ കിട്ടും? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പരിഗണിക്കുന്നതിന് പരിമിത ഓവർ ക്രിക്കറ്റിലാണ്. യഥാർത്ഥത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും കളിക്കാൻ യോഗ്യതയുള്ള നിലവാരത്തിലുള്ള സാങ്കേതികമായി നല്ല പ്ലെയറാണ്, നല്ല ബാറ്ററാണ് സഞ്ജു സാംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കളിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു ടോപ്പ് ഓർഡർ ബാറ്ററായിട്ട് നന്നായി കളിക്കണം. അത് അദ്ദേഹം പല രഞ്ജി ട്രോഫി മത്സരങ്ങളിലും വലിയ ഫോർമാറ്റ്, ലോങ് ഫോർമാറ്റ് മത്സരങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഇന്ത്യൻ സെലക്ടർമാർ അദ്ദേഹത്തെ ഷോർട്ട് ഫോർമാറ്റുകളിൽ മാത്രമാണ്, ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മാത്രമാണ് അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുള്ളത്. അത് തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ സഞ്ജു സാംസൺ എന്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പരിഗണിക്കപ്പെടുന്നില്ല? അതിനുള്ള ടെമ്പറമെന്റ് ഉള്ള കളിക്കാരൻ തന്നെയാണ്. അതിന് ടെക്നിക്കലി അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സഞ്ജു സാംസൺ. വളരെ മികച്ച ടെക്നിക്കുള്ള, അസാധാരണമായ ബാറ്റിംഗ് പ്രതിഭയുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. എന്നിട്ട് അദ്ദേഹത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പരിഗണിച്ചിട്ടില്ല. പോട്ടെ, ഇനി പരിമിത ഓവർ ക്രിക്കറ്റിലാണ് പരിഗണിക്കുന്നതെങ്കിൽ അത് സ്ഥിരമായി പരിഗണിച്ചുകൂടെ? അദ്ദേഹം സ്ഥിരമായി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് മറ്റു പല കളിക്കാരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നുമില്ല. മറ്റു പല കളിക്കാരും ശരാശരി കളി കളിച്ചാലും അവരെ നിലനിർത്തി പോകുന്നു. അപ്പം ഇവിടെയാണ് എന്തുകൊണ്ടാണ് സഞ്ജു നിരന്തരമായി അവഗണിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഗൗതം ഗംഭീറും കോച്ചായും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായും വന്നപ്പോൾ 2020 കൂടുതലായി സഞ്ജു പരിഗണിക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണെന്ന് ഇപ്പോൾ സമീപകാലത്ത് നിന്ന് മനസ്സിലായി. കാരണം സഞ്ജു അർഹതയുള്ള ഒരു പരിഗണന പോലും, അദ്ദേഹം അർഹിക്കുന്ന ഒരു പരിഗണന പോലും സഞ്ജുവിന് കിട്ടുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരു ശുഭ സൂചകമായ ഒന്നേ അല്ല. കാരണം നമ്മൾ എത്ര പെർഫോം ചെയ്താലും നമ്മൾ പരിഗണിക്കപ്പെടില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ സർഫറാസ് ഖാൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. സർഫറാസ് ഖാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 60-ലധികം ശരാശരിയുള്ള ഒരു കളിക്കാരനാണ്. എന്നിട്ടും അദ്ദേഹത്തിന് മീതെ സായി സുദർശനാണ് നിരന്തരം പരിഗണിക്കപ്പെടുന്നത്. സർഫറാസ് ഖാൻ പേസ് ബൗളിങ്ങിനെതിരെ അത്ര മികച്ച കളിക്കാരനല്ല എന്നാണ് ഇതിന് ന്യായീകരണമായിട്ട് പറയുന്നത്. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചിട്ട് അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. അത് 6 ടെസ്റ്റ് മറ്റേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് മത്സരങ്ങളിൽ നിന്ന് തന്നെ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഒക്കെ അടിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് സർഫറാസ് ഖാൻ. അതിവേഗം റണ്ണടിക്കാൻ കഴിയുന്ന, ഏത് സാഹചര്യത്തിലോടും പൊരുത്തപ്പെട്ട് കളിക്കാൻ കഴിയുന്ന, ഡിഫൻസീവായി കളിക്കേണ്ടപ്പോൾ അങ്ങനെ കളിക്കാൻ കഴിയുന്ന, അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ടപ്പോൾ അങ്ങനെ കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് സർഫറാസ് ഖാൻ. അപ്പോൾ സഞ്ജുവിന് സമാനമായി സർഫറാസ് ഖാനും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ സെലക്ടേഴ്സ് പരിഗണിക്കുന്നത് നിന്ന് വളരെ അകലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സഞ്ജുവിന് സംഭവിക്കുന്നത് തന്നെയാണ് സർഫറാസിന് സംഭവിക്കുന്നത്, സർഫറാസിന് സംഭവിക്കുന്നത് തന്നെയാണ് സഞ്ജുവിന് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലൊരു മാതൃകയല്ല. ഇത് പുതിയ കളിക്കാർക്ക്, യുവ കളിക്കാർക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. ഇപ്പോൾ യശസ്വി ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം യശസ്വി ജയ്സ്വാൾ 2020 ക്രിക്കറ്റ് കളിക്കാൻ എല്ലാം കൊണ്ടും പ്രാപ്തനായ ഒരാളാണ്. മികച്ച പ്ലെയറാണ്. അത് അദ്ദേഹം IPL പലപ്പോഴും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കൂടുതലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. പരിമിത ഓവർ ക്രിക്കറ്റിൽ വളരെ കുറവേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. യശസ്വി ജയ്സ്വാളിനെ 2020 പരിഗണിക്കാത്തത് വലിയ പരാതികൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാരല്ല, അതിനപ്പുറത്തേക്ക് ക്രിക്കറ്റിനെ കുറിച്ച് നന്നായി അറിയുന്ന മുൻകാല ക്രിക്കറ്റർമാരും ക്രിക്കറ്റ് വിദഗ്ധനും തന്നെയാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ കാര്യത്തിലും. സഞ്ജുവിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല വാദിക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഗവാസ്കറിനെ പോലെ ഉള്ള വലിയ താരങ്ങൾ, കപിൽ ദേവിനെ പോലുള്ള താരങ്ങൾ, രവിശാസ്ത്രിയെ പോലുള്ള താരങ്ങൾ, മുൻകാല താരങ്ങൾ, വലിയ ഇതിഹാസ ക്രിക്കറ്റർമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല? ഇത്രയും മികച്ച ഒരു കളിക്കാരനെ ടോപ്പ് ഓർഡറിൽ ആദ്യത്തെ 4 പേരിൽ ഒരു മികച്ച കളി കാഴ്ചവെക്കാൻ കഴിയുന്ന, ഓപ്പോസിഷനെ, എതിരാളികളെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു കളിക്കാരനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ പരിഗണിക്കാത്തത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന പോലെ തന്നെ, മലയാളികൾ ആലോചിക്കുന്ന പോലെ തന്നെ ഈ വലിയ താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് സെലക്ഷൻ എന്ന ഒരു പ്രോസസ്സിനകത്ത്
ഏതെങ്കിലും തരത്തിൽ വേർതിരിവുകൾ നടക്കുന്നുണ്ട് എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. ആ സംശയം തീർച്ചയായിട്ടും ന്യായമായ സംശയമാണെന്ന് സഞ്ജുവിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് സർഫറാസ് ഖാൻ്റെ കാര്യത്തിന് സംഭവിക്കുന്നത്. അത് തന്നെയാണ് യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യത്തിൽ ചില ഫോർമാറ്റുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കപ്പെടുകയും കൃത്യമായി വിശദീകരിക്കപ്പെടുകയും വേണ്ടതുണ്ട്. അതല്ലാതെ ഒരു കളി കളിക്കും, ഒരു 100 കളി കളിപ്പിക്കില്ല, പിന്നെ വീണ്ടും ഒരു കളി കളിപ്പിക്കും, അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് സഞ്ജുവിന് വർഷങ്ങൾ പോവുകയാണ്, സഞ്ജുവിന് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് സഞ്ജുവിനെ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സെലക്ടർമാരോ പരാജയപ്പെടുന്നുണ്ട് എന്നത് സംശയമൊന്നുമില്ല. നേരത്തെ അഗാർക്കർ, ചീഫ് സെലക്ടറായ അഗാർക്കർ പറഞ്ഞിരുന്നത് ശ്രേയസ് അയ്യർ അതിഗംഭീരമായ ഫോമിലായിട്ട് പോലും അയാൾ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അന്ന് അഗാർക്കർ പറഞ്ഞത് ശ്രേയസ് അയ്യർ ഒരു ഗംഭീര കളിക്കാരനാണ്, പക്ഷേ അയാൾ ഉഗ്രൻ ഫോമിലുമാണ്, പക്ഷെ ഞങ്ങൾക്ക് 15 പേരല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതെന്തൊരു ന്യായമാണ്? അത് തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത്. അതെന്തൊരു ന്യായമാണ്? ഏറ്റവും മുൻനിരയിൽ അർഹത പെട്ടവർക്കല്ലേ ഇത് കിട്ടേണ്ടത്, അങ്ങനെയുള്ള ആളുകളല്ലേ കളിക്കേണ്ടത്. അത് നഷ്ടപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് വെറും ഈ കളിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, മുൻകാലങ്ങളിലും ഇത് കാലങ്ങളായി സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പലപ്പോഴും യുവതാരങ്ങളെ, ഈ കളിക്കുന്ന പുതു പ്രതിഭകളെ അത് വലിയ തോതിൽ നെഗറ്റീവായി ബാധിക്കും. അത് എത്ര കളിച്ചാലും നമ്മൾ സ്വീകരിക്കപ്പെടില്ല എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാനുള്ള കാരണമാകും. കണക്കുകൾ എത്ര വെച്ച് നോക്കിയാലും കാര്യങ്ങൾ സഞ്ജുവിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും സഞ്ജു അത്ര മോശം ഫോമിലായതുകൊണ്ടൊന്നും അല്ല ഒരു കാലത്ത് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം സ്ഥിരമായി കളിക്കുകയും മികച്ച കളിക്കാരൻ്റെ നിലയിലുള്ള പ്രകടനങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം പുറത്തിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് തീർത്തും അനീതിയാണ്. അത്തരം അനീതികൾ നടക്കുമ്പോൾ അത് ആ കളിക്കാരൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്.